രാജകൊട്ടാരത്തിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. ഇന്ന് രാജാവിൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ നേരം പുലരുമ്പോൾ പ്രത്യേകമായി തയ്യാർ ചെയ്ത തോണിയിൽ രാജാവിനെ കയറ്റി ദൂരെയുള്ള ആ ദ്വീപിൽ കൊണ്ടുചെന്ന് ഇറക്കിവിടും. വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം ചെയ്യുന്ന ആ കൊടും കാട്ടിൽ ചെന്നവർ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വിചിത്രമായ ആചാരമായിരുന്നു ആ രാജ്യത്ത് നിലനിന്നിരുന്നത്. ഓരോ വർഷവും ആ വർഷത്തേക്കുള്ള രാജാവിനെ തിരഞ്ഞെടുക്കും. എല്ലാ സുഖസൗകര്യങ്ങളോടും അധികാരത്തോടും കൂടി ഒരു വർഷം കൊട്ടാരത്തിൽ വാഴും. ഓരോ മാസവും വൻ തുക പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും. സുഖലോലുപന്മാരായ രാജാക്കന്മാർ നാളെയെക്കുറിച്ച് വിചാരമില്ലാതെ അധികാരം ലഭിച്ചു കഴിയുമ്പോൾ എല്ലാം മറന്ന് രാജ്യം ഭരിക്കും. പക്ഷേ ഒരു വർഷം തികയുന്ന ദിവസം രാജാവിനെ പടയാളികൾ ചേർന്ന് പ്രത്യേകമായി തയ്യാർ ചെയ്ത തോണിയിൽ കയറ്റി ദൂരെയുള്ള ഏകാന്ത ദ്വീപിൽ കൊണ്ടുചെന്ന് ഇറക്കിവിടും. രാജാവ് 10 അടി വയ്ക്കുന്നതിനു മുമ്പേ മൃഗങ്ങൾക്ക് ഇരയാകും. അതാണ് പതിവ്. പടയാളികൾ തിരിച്ചു വരുമ്പോഴേക്കും പുതിയ രാജാവ് രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള ആഘോഷങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരിക്കും. ഈ വർഷത്തെ രാജാവിൻ്റെ ഊഴം ഇന്ന് തീരുകയാണ്. പക്ഷേ ഇത്തവണ പതിവിന് വിപരീതമായി പുതിയതായി രാജ്യഭാരം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറായി മുൻപോട്ട് വന്നില്ല. വിളംബരം ചെയ്തിട്ട് പല ദിവസങ്ങളായി. അവസാനം ഒരു സാധുവായ മനുഷ്യൻ സമ്മതമറിയിച്ചു. കൊട്ടാരത്തിൽ സന്തോഷമല തല്ലി. കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പതിവ് പോലെ മുൻ രാജാവിനെ കയറ്റിയ തോണി കണ്ണീരോടെ കൊട്ടാരം വിട്ടു. അന്തപുരത്തിൽ നിന്നും അലമുറ ഉയർന്നു. അങ്ങനെ പുതിയ രാജാവ് ഭരണം ആരംഭിച്ചു. പക്ഷേ വളരെ കരുതലോടെയാണ് രാജാവ് ഭരണം നടത്തിയത്. ആദ്യ മാസം തന്നെ രാജ്യത്തെ ഏറ്റവും നല്ല വേട്ടക്കാരെ വരുത്തി. കൂടെ ഒരു കൂട്ടം ആയുധധാരികളായ പടയാളികളും കൂടെ ആ ഏകാന്ത ദ്വീപിലേക്ക് രാജാവ് അയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ മൃഗങ്ങളെയും കൊന്നുകളയുവാൻ ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു. അടുത്ത മാസം രാജ്യത്തെ ഏറ്റവും നല്ല മരം വെട്ടുകാരെ ആ ദ്വീപിലേക്ക് അയച്ചു. വനം മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവർ തിരിച്ചെത്തി. അടുത്ത മാസം രാജ്യത്തെ ഏറ്റവും നല്ല ശില്പികളെ വരുത്തി. ആ ഏകാന്ത ദ്വീപിൽ മനോഹരമായ ഒരു കൊട്ടാരവും അനേക രമ്യഹർമ്മ്യങ്ങളും രാജവീഥികളും പണിയുവാൻ കൽപ്പിച്ചു. പിന്നീട് പൂന്തോട്ടം നിർമ്മിക്കുന്ന പ്രതിഭാധനന്മാരുടെ ഊഴമായിരുന്നു. 5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ ഭീതിജനകമായിരുന്ന ഏകാന്ത ദ്വീപ് ഒരു മനോഹരമായ ഉദ്യാനമായി തീർന്നു. ആ രാജ്യത്തെ ഒരു കൂട്ടം ആളുകളെ ഇതിനകം രാജാവ് തിരഞ്ഞെടുത്തിരുന്നു. വളരെ സൗകര്യങ്ങളോടുകൂടി ആ ദ്വീപിൽ കൊണ്ടുചെന്നു. അവർക്ക് അവിടുത്തെ പൗരത്വവും കൊടുത്തു. തുടർന്നുള്ള മാസങ്ങളിലെ രാജാവിൻ്റെ പ്രതിഫലം മുഴുവൻ ആ ദേശത്തേക്ക് നിക്ഷേപിച്ചു. 8 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ബുദ്ധിമാനായ രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യഭാരം ഒഴിയുവാൻ ഇപ്പോഴേ തയ്യാറാണ്. എന്നെ നിങ്ങൾ ആ ദ്വീപിൽ കൊണ്ടുപോയി ആക്കുന്നതിൽ സന്തോഷമേയുള്ളൂ. പക്ഷേ ജനങ്ങളുടെ നിർബന്ധം മൂലം രാജാവ് ഒരു വർഷം തികച്ചു. രാജാവിനെ കൊണ്ടുപോകുവാനുള്ള തോണി ഒരുങ്ങി. അന്നുവരെയും എല്ലാ രാജാക്കന്മാരും നിലവിളിച്ചുകൊണ്ട് മാത്രമേ തോണിയിലേക്ക് കയറിയിട്ടുള്ളൂ. എന്നാൽ ഇതാ ആദ്യമായി പുഞ്ചിരിയോടെ ഒരു രാജാവ് വഞ്ചിയിൽ കയറിയിരിക്കുന്നു. രാജാവിൻ്റെ മനസ്സ് നിറയെ ആ ദേശമായിരുന്നു.